സോ ഹേ ഗൈസ് മിസ് ശിവ യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. പുതിയ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ തമ്മനയിൽ കണ്ട പോലെ നമ്മൾ USB4 സെറ്റ് ചെയ്യുന്ന പ്രോജക്റ്റാണ്. ആൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്ന വണ്ടി ഈ ഒരു RS200 ആണ്. സംഭവം കണ്ടല്ലോ. സംഭവം ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഡൊമിനാറിൻ്റെ USB4 ഹാൻഡിൽ, അതാണ് ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എടുക്കാൻ പോകുന്ന USB4 കിട്ടിയിട്ടുണ്ട്. USB4 T സ്റ്റമ്പ്, ടോപ്പ് ലൈറ്റ്, ഹാൻഡിൽ ബാറിൻ്റെ ഹോൾഡർ ആൻഡ് നമ്മുടെ ഹാൻഡിൽ ബാർ ഇരിപ്പുണ്ട്. കാലിപ്പർ യൂസ് ചെയ്യുമ്പോൾ ഡ്യൂക്കിൻ്റെ ഡൊമിനാറിൻ്റെ ഹാൻഡിൽ ബാർ യൂസ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഇനിയും കളക്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ വേണ്ടി നമ്മൾ വണ്ടി മൊത്തം അഴിച്ചിറക്കുന്നതാണ്. അഴിച്ചിറക്കിയിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെ സാധനമാണ് മാറ്റമുള്ള, എന്തൊക്കെ ഓൾട്രേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോട് പോകാം. വണ്ടി മുഴുവൻ അഴിച്ചിറക്കി. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ USB4 സെറ്റ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങുക എന്നുള്ളതാണ്. അപ്പം നമ്മളത് യൂസ് ചെയ്യാൻ പോകുന്നത് T സ്റ്റമ്പ്, ഡൊമിനാറിൻ്റെ T സ്റ്റമ്പ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിലത്തെ നട്ട് നമ്മൾ RSൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. RSൻ്റെ നട്ട് തന്നെയാണ് നമുക്ക് ഈ ടോപ്പിലത്തെ നട്ട് യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് ഈ ത്രെഡ് എക്സ്റ്റെൻഡ് ചെയ്യണം. ത്രെഡ് ഏകദേശം ഇവിടം വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ലൈറ്റിൽ കൊണ്ട് ഏൽപ്പിക്കണം. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് T സ്റ്റമ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഇത് ഡൊമിനാറിൻ്റെ T സ്റ്റമ്പ് കേട്ടോ. USB4 കാണുള്ളൂ. അപ്പം അടുത്ത പടി ഇതാണ്. ഇതുണ്ടല്ലോ, ഇപ്പോഴത്തെ ലുക്ക് ഇതാണ് കേട്ടോ. നമുക്കത് റെഡിയാക്കിയിട്ട് ബാക്കി കാണാം. അപ്പം T സ്റ്റമ്പ് വരുന്നത് കണ്ടത് ഇത്രയും ത്രെഡാണ് എക്സ്ട്രാ കിടക്കുന്നത്. നമ്മളപ്പോൾ ഇതിൻ്റെ താഴെ ഒരു സ്പേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റെബിലിറ്റി കിട്ടത്തില്ല. ഇതാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നുള്ളൂ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇവിടെ കുറച്ച് സ്പേസസ് ഇട്ട് കൊടുത്തിട്ട് അതിന് മേലാണ് നമ്മൾ ടോപ്പ് ആയിട്ട് വെക്കുന്നത് കേട്ടോ. അതുകൂടെ സെറ്റ് ചെയ്തിട്ട് സ്റ്റമ്പ് കെട്ടാറാകുമ്പോൾ ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ടോപ്പ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കണ്ടല്ലോ, അടിയിലൊരു സ്പേസർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോക്ക് ചെയ്യുന്ന മേളിലാണ് സ്പേസർ ഇട്ടേക്കുന്നത്. ആൻഡ് നമ്മൾ അതിൻ്റെ സ്റ്റോക്ക് സെൻട്രൽ വോൾട്ട് വെച്ചാണ് മുറുക്കിയേക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് കീ സെറ്റ് ഇതിലൂടെ സെറ്റ് ആവുന്നുണ്ട്. ഡൊമിനാറിൻ്റെ ടോപ്പ് ലൈറ്റ് ആണ്. ടോപ്പ് ലൈറ്റ് ഹോൾഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവൻ ഈ ഹാൻഡിൽ വെക്കണം എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈറ്റുള്ള ടോപ്പ് ലൈറ്റ് ആണ് വരുന്നത്. ആൻഡ് നമ്മൾ സെറ്റ് ആക്കണമെങ്കിൽ നമുക്ക് നേരെ സ്റ്റമ്പ് കയറണം. സ്റ്റമ്പോടെ കയറ്റി ഞങ്ങൾക്ക് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്താൽ. അപ്പോൾ നമ്മൾ താഴെ സ്ലീവ് ഇറക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാ, നല്ലൊരു ഇത്തിരി പേര് ചോദിച്ചായിരുന്നു. സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഇതുണ്ടല്ലോ, നമ്മുടെ സ്റ്റോക്ക് ആക്സിൽ പക്കയായിട്ട് സൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഡ്യൂക്കിൻ്റെ ആക്സിൽ മേടിച്ച് നമുക്ക് ഇതാക്കാം. ഡ്യൂക്കിൻ്റെ ഡൊമിനാറിൻ്റെ ആക്സിൽ ഉണ്ടാക്കില്ല. സ്റ്റോക്ക് ആക്സിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് വീലൂടെ തിരിച്ച് നമ്മൾ ആദ്യമേ പ്ലാൻ ഇട്ടത് സ്റ്റോക്ക് അര വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടത്. നമ്മൾ വെച്ച് നോക്കിയപ്പോഴത്തേക്കും പ്രശ്നമെന്ന് പറഞ്ഞാൽ 300 mm ഡിസ്ക്കാണ്. അപ്പോൾ നമുക്ക് എടുത്തേക്ക് 320 ആയിരം രൂപ. അപ്പം കസ്റ്റമർ പറഞ്ഞൊരു മോജോ ഡിസ്ക്കും സെറ്റ് ചെയ്ത് നൈസായിട്ട് ഒരു ഡയമണ്ട് കട്ട് അലോയ് കയറ്റിയേക്കാൻ പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്റ്റോക്കല്ലേ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം നമുക്കിപ്പോൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരെ മാറ്റി നമ്മൾ ഡയമണ്ട് കട്ട് അലോയ് കയറ്റിയിട്ട് ഞാൻ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഗൈസ് വണ്ടിയുടെ വർക്ക് മുഴുവൻ തീർന്നിട്ടുണ്ട്. അപ്പം ആദ്യം മുതൽ പറയുവാണ് വണ്ടി RS200 ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഡോമിനാറിൻ്റെ ടീ സ്റ്റമ്പും ടോപ്പ് ലൈറ്റും ഉള്ള USD4 സെറ്റാണ്. ഫ്രണ്ടിൽ യൂസ് ചെയ്തേക്കുന്ന ഡോമിനാറിൻ്റെ ഡയമണ്ട് കട്ട് അലോയ്സും അതിൻ്റെ അകത്തോട്ട് നമ്മൾ എപ്പോഴും ഡ്യൂക്കിൻ്റെ അകത്ത് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മോജോർ പ്ലേറ്റ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം വണ്ടിയിൽ സ്പീഡോമീറ്റർ കാര്യങ്ങൾ ABS ഐറ്റംസ് എല്ലാം വർക്കിംഗ് ആണ്. ABS മോഡലാണ് വണ്ടി. ആൻഡ് ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ മറ്റേ ഹാഫ് വരുന്ന FRP നൽകാറുണ്ടല്ലോ, അതാണ് നമ്മൾ ഹോൾട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏകദേശം സാധനം പക്കയാണ്, കുഴപ്പമൊന്നുമില്ല. ആൻഡ് പിന്നെ ഇതിനകത്ത് ബുഷിൻ്റെ കേസൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. സംഭവം ഒരു സൈഡിൽ സ്റ്റോക്കും മറ്റേ സൈഡിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ എക്സ്ട്രാ ഒരു ചെറിയൊരു പീസ് ആഡ് കൊടുക്കേണ്ട വന്നു. അപ്പം വീല് കറക്റ്റ് സെൻറ്ററാണ്, കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഹാൻഡിൽ ബാറിൻ്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്കും ഡോമിനാറിൻ്റെ ഹോൾഡർ ഡോമിനാറിൻ്റെ ഹാൻഡിലാണ് ചെയ്തേക്കുന്നത്. ബാക്കി RSൻ്റെ തന്നെയാണ് ബാക്കി ഐറ്റംസ് എല്ലാം യൂസ് ചെയ്തേക്കുന്നത്. അതിന് നമ്മൾ ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. വണ്ടി ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്, മറ്റേ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഓട്ടത്തിൽ അടിപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മൾ ത്രെഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ സെമ്പിൾ. ആൻഡ് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് മെയിൻ സംഭവം. കണ്ടല്ലോ വണ്ടിയുടെ ഓവറോൾ ലുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വെരി സ്പെഷ്യൽ TVM ഓട്ടോമോട്ടീവ്സ്.